വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PS സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അനദർ വീക്കെൻഡ് വർക്കല പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അപ്പോൾ നമ്മൾ വർക്കലേക്ക് പോവാണ്. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു വർക്കലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോർണിംഗ് 2:48 ആണ് സമയം. വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ ഈ സമയത്ത്. റോഡ് വളരെ വിശാലമായിട്ടാണ് ഈ റോഡൊക്കെ കിടക്കുന്നത്. നമുക്ക് വേഗം എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 8 പേര് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഈ വീക്കെൻഡ് വർക്കലയിലേക്ക് പോവാം. ചടയമംഗലം എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു പെട്രോൾ ബങ്കിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ഫ്രഷായി ജസ്റ്റ് പല്ലൊക്കെ തേച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തട്ടുകടയിൽ വന്നിട്ടാണ്. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു നാടൻ ചായക്കടയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയാൻ അവിടെ ദോശ, ഇഡ്ഡലി, പിന്നെ പൊറോട്ട ഇതൊക്കെയാണ് മെയിനായിട്ട് കിട്ടുക. നമ്മളങ്ങനെ ദോശയും ചട്നിയാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ചേട്ടനും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്കാണ് ആക്ച്വലി ജഡായു എർത്ത് സെന്റർ ഉള്ളത്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് പോയാലോ എന്നുള്ള ഒരു ആലോചന വന്നു. സോ നമ്മൾ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. അപ്പോൾ ആദ്യം നമ്മൾ ജഡായു എർത്ത് സെന്റർ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. നമുക്കതിന്റെ ബോർഡൊക്കെ കാണാൻ പറ്റും. സോ ഈ റോഡ് നേരെ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു എൻട്രൻസ് ആണ് ജഡായു എർത്ത് സെന്ററിന്റെ എൻട്രൻസ്. അപ്പൊ നമ്മള് ഇപ്പോ ജഡായു എർത്ത് സെന്ററിലേക്ക് എത്തി. ഇവിടെ 9:30, 10 ഒക്കെ ആകുമ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം 8:45 ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചുമ്മാ കുറച്ച് നേരം ഇവിടെ സ്പെൻഡൊക്കെ ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറി നോക്കാം. ജഡായു എർത്ത് സെന്റർ അല്ലെങ്കിൽ ജഡായു നേച്ചർ പാർക്ക് ഇവിടെ ചടയമംഗലം ഒരു 65 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. നമ്മുടെ പുരാണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതായത് നമ്മുടെ പുരാണമായിട്ടുള്ള രാമായണത്തിലെ സീതയെ രാവണൻ കട്ടുകൊണ്ട് പോകുന്ന സമയത്ത് സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജഡായു വരികയും അങ്ങനെ ജഡായുവിൻ്റെ ചിറകറ്റ് വീഴുന്നത് ഈ പാറയുടെ മുകളിലാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ആണ് ജഡായുവിൻ്റെ പ്രതിമ അല്ലെങ്കിൽ കൊത്തി ഇവിടെ ആ ശില്പി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് കൂടുതൽ അതിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാം. അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ആ ശില്പത്തിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കൂടുതലായിട്ട് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. എൻട്രൻസ് ടിക്കറ്റ് നമ്മൾ താഴെ നിന്നാണ് എടുക്കുക. അത് നമ്മൾ എടുത്തു. കേബിൾ കാറിന്റെ ടിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതും ഒരു 200 റേഞ്ചിലാണ് വരുന്നത്. അതും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോകണം. അപ്പം നമ്മൾ താഴെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇനി കേബിൾ കാറിന്റെ ടിക്കറ്റ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ടാണ് എടുക്കേണ്ടത്. അത് സെപ്പറേറ്റ് നമ്മൾ എടുക്കണം. അപ്പം നമ്മളത് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി നമുക്കത് എടുത്തിട്ട് മേലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുകയാണ്. അപ്പം അതിന്റെ ഇൻസൈഡ് സ്പേസ് ആണ് ഈ കാണുന്നതൊക്കെ. അടിപൊളി ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള സ്പേസ് ആണ്. ആൻഡ് അവിടെ ഈ സ്ക്രീനിൽ ജഡായു എർത്ത് സെന്ററിന്റെ ടോപ്പ് വ്യൂ, അതായത് ഒരു സ്കൈ വ്യൂ, ഡ്രോൺ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിനകത്ത് ഒരുപാട് ഷോപ്സും കാര്യങ്ങളും, ഒരു ഷോപ്പിംഗ് മോളിൽ കയറിയൊരു ഫീൽ നമുക്ക് കിട്ടും. അത്ര അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിതാ നമ്മുടെ കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ്. അപ്പൊ അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് 2 പേര്, 2 പെൺകുട്ടികൾ നിന്നിട്ട്. നമുക്ക് ആക്ച്വലി തിരിച്ചിറങ്ങുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റ് ചെയ്തിട്ട് തരും. പേയ്മെന്റ് ഉണ്ട് കേട്ടോ. സോ ഫൈനലി റോപ്പ് വേ ബോർഡിംഗ് പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. ബിക്കോസ് നമ്മളൊക്കെ മലമ്പുഴ ഡാമിന്റെ മുകളിലൂടെ പോകുന്ന റോപ്പ് വേയിൽ മാത്രമേ ഇതുവരെ കയറിയിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പോകുന്ന, ബിക്കോസ് ഇതൊരു മലയുടെ മുകളിലേക്കല്ലേ പോകുന്നത്. അപ്പം അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതിന് വ്യത്യാസം ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും. അപ്പം ഫസ്റ്റ് സെറ്റ് ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. ബിക്കോസ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. നെക്സ്റ്റ് സെറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അത് സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾ ഓടി അതിനകത്തേക്ക് കയറാണ്. സ്ലോ ഡൗൺ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നവർ സൂക്ഷിച്ചൊക്കെ കയറാൻ ശ്രമിക്കുക. ബിക്കോസ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്ലോ ഡൗൺ ചെയ്യുകയുള്ളൂ, നിർത്തില്ല.
നമ്മൾ കുറേ വീഡിയോസൊക്കെ അതിന്റെ മുകളിൽ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ അതിന്റെ ഗ്ലാസ് അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് എനിക്ക് വൃത്തിയായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരു ഹെലിപ്പാഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ താഴെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് നടന്ന് ഇങ്ങോട്ട് കയറാം. റോപ്പ് വേയിൽ തന്നെ വരണം എന്നൊരു നിർബന്ധമില്ല, നടന്ന് കയറാൻ പറ്റും. അതിനുള്ള സ്റ്റെപ്സ് അവിടെ ഉണ്ട്. സോ മേലോട്ട് നീങ്ങുന്തോറും നമുക്ക് ജഡായുവിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ. സോ നമ്മളിവിടെ മുകളിലെത്തി, നമ്മളിത് ഇറങ്ങാൻ പോവാണ്. എഗെയിൻ ഇത് സ്ലോ ഡൗൺ ചെയ്യുള്ളൂ, നമ്മൾ ചാടി ഇറങ്ങണം. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി. ഇനി നമ്മൾ ജഡായുവിനെ കാണാൻ പോവാണ്. ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിൻ്റെ വോളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഫോർട്ടിൻ്റെ ഫീൽ എനിക്ക് കിട്ടിയത്. അതിൻ്റെ വോൾസൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയാലും അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വോൾസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണോ ഒരു ഫോർട്ടിൻ്റെ വോൾസൊക്കെ ഉണ്ടാവുക അതുപോലെയാണ് അത് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ മുകളിൽ ഷോപ്സ് ഒക്കെ ഉണ്ട്, ചായ, വെള്ളം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ അവിടെ തണല് കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് കൊട പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. ഇതിന്റെ ടോപ്പിലെത്തി, നമ്മളിത് ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ 60 തിയേറ്ററൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വർക്ക് പ്രോഗ്രസ്സിലാണ് ഇപ്പോഴും. അപ്പൊ അതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റോറി, ജഡായുവിന്റെ സ്റ്റോറി പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, ബിക്കോസ് നമുക്കിത് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ മേ ബി വീക്കെൻഡ് എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും വിചാരിക്കാം. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ബിക്കോസ് നല്ല കാറ്റും നല്ല സമാധാനമായിട്ട് ഇരിക്കാം. ഉച്ചയ്ക്ക് വന്നാൽ നല്ല വെയിലായിരിക്കും. ഇതിന് മുകളിലായിട്ട് കോതണ്ഡരാമ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ 1950 നമ്മുടെ ഗവൺമെൻറ് ജഡായു പാറ പൊളിച്ചിട്ട് അവിടെ ഒരു റോഡ് പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും 72 അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ജനവാസികൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് പിന്നീട് 73 HH സ്വാമി സത്യാനന്ദ സരസ്വതി അവിടെ വരികയും പിന്നീട് കാലങ്ങളിലായിട്ട് അവിടെ രാമൻ്റെ ഒരു പ്രതിമ പ്രതിഷ്ഠിക്കുകയും പിന്നെ 2021 ആയപ്പോഴത്തേക്കും അവിടെ അമ്പലം വരികയും പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ നടക്കുന്ന സമയത്ത് അവിടെ ജഡായുവിൻ്റെ ഈ ശില്പം നിർമ്മിച്ച ശില്പിയുടെ പേര് എഴുതിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാജീവ് ആഞ്ചൽ അതാണ് ആ ശില്പിയുടെ പേര്. അതുപോലെ തന്നെ ഇത് ഡെഡിക്കേറ്റഡ് ടു ഓൾ വിമൻ സേഫ്റ്റി ആൻഡ് ഹോണറാണ്. ബിക്കോസ് ഒരു സ്ത്രീയാണ് സീത, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജഡായു തന്നെ പ്രാണൻ വെടിയുന്നത്. അതുപോലെ തന്നെ ഒയിൻവിയുടെ ജഡായു സ്മൃതി എന്ന കവിതയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ പാറയെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ പോവാണ്. തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റോപ്പ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സെറ്റ് ഓഫ് കേബിൾ കാർ താഴെ പോയി. ഇനി അടുത്ത സെറ്റ് വന്നിട്ട് വേണം നമുക്ക് തിരിച്ചിറങ്ങാൻ. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് താഴെ ഇറങ്ങാം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് താഴെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ ഒരുപാട് ഷോപ്സ്, നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തും ഒരുപാട് ഷോപ്സും ഒരുപാട് ഗെയിം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ 12D എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 12D തിയേറ്ററിൽ കയറിയിരിക്കുകയാണ്. കണ്ടിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ 12D റൈഡ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുവാണെങ്കിൽ എല്ലാവരും കയറിയിട്ട് ഇതിനകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ജഡായു പാറയോട് വിട പറഞ്ഞ് നമ്മളിതാ വർക്കലയിലേക്ക് ക്ലിഫിലേക്കുള്ള യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ വർക്കലയിലെ ആര്യാസിൽ നമ്മൾ കയറിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ജഡായു എർത്ത് സെൻറ്ററൊക്കെ കണ്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ആര്യാസിൽ കയറി ഫുഡ് കഴിച്ചു. നമ്മളിതാ നേരെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. വെക്കേനെസ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം.
പ്രോപ്പർട്ടി. ആദ്യം റൂം കാണണോ വ്യൂ കാണണോ? വ്യൂ കണ്ടിട്ട് റൂം കാണാം. ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലുള്ള ഒരുപാട് വാൾ പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബോഹോ സ്റ്റൈൽ. അതുമല്ല ഇവിടെ ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെടികളും ഭയങ്കര നേച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബെഡ്. അടിപൊളി ഒരു ബെഡ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കിട്ടുന്നത്. പിന്നെ അവിടെ ഒരു വാഷ്റൂം, പിന്നെ ഇവിടെ മ്യൂറൽ ആർട്ട് വർക്ക് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് അട്രാക്ഷൻ ഇങ്ങനെ വലിയ വിൻഡോസ് ആണ്. അപ്പം നമുക്ക് രാവിലെ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കാണാം. ബീച്ചിൻ്റെ സീ ഒക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നല്ല കാറ്റൊക്കെ ഉണ്ടായിരിക്കും. സോ അതാണ് ബെഡ്റൂം. നമ്മൾ വെക്കേനസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് വന്നിട്ട് എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു. വന്നതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി. ബിക്കോസ് നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ പ്രോപ്പറായിട്ട്. ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് നേരമല്ലേ ഉറങ്ങാനൊക്കെ ടൈം കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം ഒരു 5:30, 5:45 ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ താഴെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഈ ചുമ്മാ കടലിലൊക്കെ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ഫൈനലി നമ്മൾ ബീച്ചിലെത്തി. നമ്മള് ബീച്ചിലെല്ലാം പോയി കളിച്ചൊക്കെ തിരിച്ചു വന്ന് ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരമായി വന്നിട്ട് തിരിച്ചു വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഇനി നമ്മൾ ക്ലിഫിലേക്ക് പോവാണ്. ഇറക്കിൽ വരെ വന്നിട്ട് ക്ലിഫ് കാണാണ്ട് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. മെയിൻ ഏരിയ അവിടെയാണല്ലോ നൈറ്റ് വൈബും കാര്യങ്ങളൊക്കെ. ചുമ്മാ നമുക്ക് പോയിട്ട് വരാം. സോ അങ്ങനെ
ഞങ്ങൾ വർക്കല ക്ലിഫ് മെയിൻ ഏരിയയിലൊക്കെ പോയി തിരിച്ചു വന്നു. ഫുഡൊക്കെ കഴിച്ചു. കഫേ ഇറ്റാലിയൻ അവിടെയാണ് പോയി ഫുഡൊക്കെ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ കുറച്ച് നടന്ന് അവിടെ ഞങ്ങൾ തിരിച്ചു വന്നു. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് തിരിച്ചു വന്നു. ഇനി കുറച്ച് നേരം പുറത്തിരുന്നിട്ട് ഉറങ്ങണം. എന്നിട്ട് നാളെ ഇനി നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. ഇനി നാളത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് അറ്റ് വർക്കല. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോവും. അപ്പോൾ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ സ്പെഷ്യാലിറ്റീസ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ബ്യൂട്ടിഫുൾ സീ വ്യൂ. ഇനി നമ്മൾ ഈ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. 30 ആയിട്ട് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ പോകുന്ന വഴിയിൽ എവിടെ കയറണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നോക്കാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേക ആചാരമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ഇങ്ങനെ അവിടുത്തെ വാൾസിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കും. കൈൻഡ് ഓഫ് ഒരു കോർ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണത്. അങ്ങനെ നമ്മൾ വർക്കലയിൽ നിന്ന് തിരിച്ചു പോരുന്നത് തീരദേശം വഴിയാണ്. തീരദേശം വഴി പോരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴി മൊത്തം സൈഡിൽ ബീച്ചസും കടലും കണ്ടിങ്ങനെ ആസ്വദിച്ച് നമുക്ക് പോരാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ഉച്ചയ്ക്ക് ആലപ്പുഴ എത്തി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എറണാകുളത്ത് എത്തിയായിരുന്നു. നിങ്ങളാരും ആ തീരദേശം വഴി പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോയി നോക്കുക. അടിപൊളി റൂട്ടാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.